കാത്തിരിപ്പിന് വിരാമം കുറിക്കാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം ഉപതെരഞ്ഞെടുപ്പിന് 20 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോഴും കച്ചമുറുക്കി മുന്നണികൾ ആത്മവിശ്വാസം കൈവിടാതെ നിലനിൽക്കുന്നുണ്ട്. എന്നാലും വെള്ളാറിൽ ആര് നേടും, ആര് വീഴും? സംസ്ഥാനത്തെ 23 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധേയ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡ്. തിരഞ്ഞെടുപ്പിന് 20 ദിവസം മാത്രം ബാക്കി നിൽക്കെ വെള്ളാറിൽ സ്ഥാനാർത്ഥി ചിത്രവും തെളിഞ്ഞു കഴിഞ്ഞു. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ വെള്ളാർ വാർഡിൽ ഉപതിരഞ്ഞെടുപ്പ് പ്രചരണവും കനത്തിട്ടുണ്ട്. സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് BJP. ഉറച്ച കോട്ടയിൽ കഴിഞ്ഞ തവണയേറ്റ തിരിച്ചടിക്ക് മറുപടി നൽകാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. അട്ടിമറി ലക്ഷ്യമിട്ടുള്ള ഇടതു പോരാട്ടം കൂടിയായതോടെ വെള്ളാറിൽ ത്രികോണ മത്സരത്തിന്റെ ചൂടും ചൂരുമാണ്. 20 വർഷം തുടർച്ചയായി കോൺഗ്രസിനൊപ്പമായിരുന്ന വെള്ളാർ ഡിവിഷൻ BJPയിലേക്ക് മറിഞ്ഞത് അന്തരിച്ച കൗൺസിലർ നെടുമം മോഹനന്റെ രാഷ്ട്രീയ കൂറുമാറ്റത്തോടെയായിരുന്നു. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന നെടുമം മോഹനൻ കോർപ്പറേഷനിലേക്ക് ജയിച്ചു കയറിയത് ചില്ലറ ക്ഷീണമല്ല പാർട്ടിക്കുണ്ടാക്കിയത്. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ഉടൻ തന്നെ അതിവേഗത്തിൽ സ്ഥാനാർത്ഥിയെ ഇറക്കി കോൺഗ്രസ് കളം പിടിച്ചത്. ജില്ലാ നേതൃത്വം മുഴുവനായും വാർഡിൽ ക്യാമ്പ് ചെയ്താണ് പ്രചരണം. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരും പ്രചാരണത്തിനിറങ്ങും. പാച്ചല്ലൂർ V രാജുവാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടക്കത്തിലുണ്ടായിരുന്ന ഭിന്നതകൾ പരിഹരിച്ചാണ് BJP മത്സരത്തിനിറങ്ങുന്നത്. സിറ്റിംഗ് സീറ്റിൽ തോറ്റാൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടി ചെറുതല്ലെന്ന ബോധ്യവുമുണ്ട് കോർപ്പറേഷനിലെ പ്രതിപക്ഷ കക്ഷികൾക്ക്. വ്യാപക കള്ളവോട്ട് ആരോപണവും BJP ഉന്നയിക്കുന്നു. വെള്ളാർ സന്തോഷാണ് BJP സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ CPI ടിക്കറ്റിൽ ഇറങ്ങിയ പനത്തുറ ബൈജു തന്നെയാണ് ഇത്തവണയും LDF സ്ഥാനാർത്ഥി. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞാണ് LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണം. വെള്ളാറിൽ രാഷ്ട്രീയത്തിനൊപ്പം മത സാമുദായിക സ്വാധീനങ്ങളും നിർണായകമായിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെയാണ് ഉപതെരഞ്ഞെടുപ്പ് 3 മുന്നണികൾക്കും പ്രധാനമായത്. ഈ മാസം 22-നാണ് ഉപതിരഞ്ഞെടുപ്പ്. ഇനി തുടർഭരണം ആരുടെ കയ്യിലാണെന്ന് കണ്ടറിയണം. ത്രികോണ മത്സരം കട്ടയ്ക്ക് നിൽക്കുമ്പോൾ ആ വിജയത്തിനുള്ള ആവേശവും ഒട്ടും പുറകിലല്ല. കാത്തിരുന്നു കാണാം.